പല കാര്യങ്ങൾ കൊണ്ടും പ്രത്യേകതയുള്ള ഓണമാണ് ഇപ്രാവശ്യമെങ്കിലും ലീവിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു ഓണം കാണില്ല എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ ഈ യാത്ര അത് പണ്ടെപ്പോഴോ എന്ന് വെച്ചാൽ ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ ഒരു റീല് ചെയ്യാമോ എന്ന് ചോദിച്ചതിന്റെ ബാക്കി പത്രമാണ്. അന്നേരം ഞാനത് ചോദിച്ച് അപ്പൊ തന്നെ കളഞ്ഞെങ്കിലും മീനും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും പുനലൂർക്ക് തന്നെയാണ് യാത്ര. എത്ര ലേറ്റായിട്ട് ചെന്നാലും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഇതുപോലെ ആൾക്കാർ കാണും. ക്ഷമ നശിച്ചു. അങ്ങനെ യാഷിമോന് ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് നിന്നപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടീമും വന്നു. ഹിതയുടെ ബർത്ത്ഡേ 2 ദിവസം മുന്നേ ആയിരുന്നതുകൊണ്ടും ഞങ്ങൾ എല്ലാവരും അവിടെ ഉള്ളത് കൊണ്ടും അവിടെയും ചെറിയ സർപ്രൈസ് മീന് സെറ്റ് ചെയ്തു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ബലൂൺ പൊട്ടിക്കൽ എന്ന മഹാമാമാങ്കത്തിന് ശേഷം ഞങ്ങൾ ഡാൻസ് ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടാൻ ശ്രമിച്ചു. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ 2 മണിയായി. അതുകൊണ്ട് തന്നെ 8 മണിക്ക് റെഡിയായി നിൽക്കണമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് 10:30 റെഡി ആവാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ട് റെഡിയായി. ഇടിച്ചു മറിച്ച് പോകുന്നത് കണ്ടിട്ട് കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും വീടാണെന്ന് തോന്നിയെങ്കിൽ അല്ല, ഇത് അവിടെയുള്ള ഒരു പരിചയക്കാരൻ്റെ പൂട്ടി കിടക്കുന്ന വീടാണ്. ഇതാണ് ഞങ്ങൾ ഡാൻസ് മാസ്റ്റർ വിക്രം. ഡാൻസ് പഠിപ്പിക്കാൻ മാത്രമല്ല, ആളില്ലാത്ത വീട്ടിൽ കയറി അത്തപ്പൂ ഇടാനും ഞങ്ങളുടെ മാസ്റ്ററിന് അറിയാം. ഡാൻസ് കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്നത് ഒട്ടും ലോജിക് അല്ലാത്തതുകൊണ്ട് ആദ്യമേ ഫോട്ടോഷൂട്ട് നടത്തും. അപ്പോൾ അതൊക്കെ ഞങ്ങളങ്ങ് പരിപാടികൾ തുടങ്ങി. പരിപാടി അത്ര എളുപ്പമല്ലായിരിക്കും എന്ന് അറിയാമായിരുന്നെങ്കിലും ഇത്രയും ഹെക്റ്റിക് ആവുമെന്ന് ഞങ്ങളുടെ ക്യാമറാമാൻ അറിഞ്ഞില്ല ഗൈസ്. ഇതെല്ലാം ഒരുവിധം ഒപ്പിച്ച് തിരിച്ച് ഗംഗയെ കൊണ്ട് ജോലി സ്ഥലത്ത് അൺലോഡും ചെയ്ത് അവിടെ നിന്ന് അച്ഛനെയും കണ്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു.